സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോയിൽ സംയുക്ത നികായയുടെ ഒരു രത്ന ചുരുക്കം അതിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. ബുദ്ധൻ്റെ ശിക്ഷണം മുഴുവൻ 3 പിടകകളിൽ ആണ് ഉള്ളത്. ത്രിപിടക എന്ന് പറയും. അതിൽ ആദ്യത്തേത് വിനയപിടക, ഭിക്ഷു ഭിക്ഷുണികൾക്കുള്ള റൂൾസ്. രണ്ടാമത് സുത്തപിടക, അതായത് ഭഗവാന്റെ ഉപദേശം ഭിക്ഷുക്കൾക്കും അതേപോലെ തന്നെ സാധാരണ വ്യക്തികൾക്കും. മൂന്നാമത്തത് അഭിധമ്മ പിടക, ഹയർ ധമ്മ. വിനയപിടക ഭിക്ഷുക്കൾക്കായിട്ടുള്ളത് കൊണ്ട് നമ്മളതിനെപ്പറ്റി ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. സൂത്തപിടക നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽ മജ്ജിമനികായിലെ മുഴുവൻ കാര്യങ്ങളും ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുണ്ട്. സൂത്തപിടകയിൽ 5 പുസ്തകങ്ങളുണ്ട്. ദീഘനികായ, മജ്ജിമനികായ, സംയുക്ത നികായ, അംഗുത്തര നികായ, ഖുദ്ദക നികായ. ഈ വീഡിയോയിൽ നമ്മൾ സംയുക്ത നികായെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. സംയുക്ത എന്ന് പറയുമ്പോൾ മിക്സഡ് ആയിട്ടുള്ള ഉപദേശങ്ങൾ, അതായത് നീണ്ടതും ഹ്രസ്വവും അങ്ങനെ പലതരത്തിലുള്ള ഉപദേശങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളതാണ് സംയുക്ത നികായ. ഇതിനെ 5 തരംതിരിച്ചിട്ടുണ്ട്. 5 പുസ്തകങ്ങളായിട്ട് സംയുക്ത നികായ തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തത് സഗാതവഗ്ഗ എന്ന് പറയും. അപ്പോൾ ഈ 5 5 വർഗ്ഗങ്ങളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. പിന്നീട് ഇതിനെ സംയുക്തങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 5 വർഗ്ഗങ്ങളുണ്ട്. ഒന്ന് സഗാതവഗ്ഗ, അതിൽ മിക്കതും കവിതകൾ ആയിട്ടുള്ള ഉപദേശങ്ങളാണ്. 2 നിദാനവഗ്ഗ, അതായത് പഠിച്ച സമുത്പാദം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അവിദ്യാവച്യ സംഖാര, സംഖാരവച്യ വിജ്ഞാനം എന്ന് പറയുന്ന ആ 12 കാര്യങ്ങൾ, അതിനെ പറ്റിയിട്ടുള്ളതാണ് ഈ നിദാനവർഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തത് ഖണ്ഡവഗ്ഗം എന്ന് പറയും. ഖണ്ഡം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സും എല്ലാം കൂടി 5 സ്കന്ധങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിനെ പറ്റിയിട്ടുള്ള ഉപദേശങ്ങളാണ് ഖണ്ഡവർഗത്തിൽ. നാലാമത്തത് സളായതന വർഗം എന്ന് പറയും. സളായതനം എന്ന് പറയുന്ന സമയത്ത് 6 ആയതനങ്ങൾ അല്ലെങ്കിൽ 6 ഇന്ദ്രിയങ്ങൾ, അതിനെ പറ്റിയിട്ടുള്ള ഉപദേശമാണ്. അഞ്ചാമത്തതായിട്ട് മഹാവർഗം എന്ന് പറയും. അതിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 5 വർഗ്ഗങ്ങളായിട്ടാണ് ഈ സംയുക്ത നികായെ തരംതിരിച്ചിട്ടുള്ളത്. അതിൽ ടോട്ടലായിട്ട് 56 സംയുക്തങ്ങളുണ്ട്. അപ്പോൾ ആദ്യത്തെ സഗാതവർഗത്തിൽ 1 തൊട്ട് 12 വരെയുള്ള സംയുക്തങ്ങൾ ഉണ്ട്. അടുത്തത് നിദാനവർഗത്തിൽ 12 തൊട്ട് 21 വരെയുള്ള സംയുക്തങ്ങളാണുള്ളത്. മൂന്നാമത്തത് ഖണ്ഡവർഗത്തിൽ 22 തൊട്ട് 34 വരെയുള്ള സംയുക്തങ്ങളുണ്ട്. അടുത്തത് സളായതന വർഗത്തിൽ 35 തൊട്ട് 44 വരെയുള്ള സംയുക്തങ്ങളുണ്ട്. അഞ്ചാമത്തത് മഹാവർഗത്തിൽ 45 മുതൽ 56 വരെയുള്ള സംയുക്തങ്ങളുണ്ട്. മജ്ജിമനികായ ഞാൻ നേരത്തെ ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പദാനുപദമായിട്ടാണ് തർജ്ജമ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ സംയുക്ത നികായ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, കാരണം അതിന് വളരെയധികം സമയമെടുക്കും. അപ്പോൾ ഞാൻ വളരെ സംക്ഷിപ്തമായിട്ട് അതിൻ്റെ ഒരു മലയാള വിവരണമായിരിക്കും തരിക. അതിൻ്റെ സീരിയൽ നമ്പർ ആയിട്ടായിരിക്കും സൂത്രങ്ങളെ ഞാൻ പറയുക. അതായത് 12ാമത്തെ സംയുക്തം എടുക്കുകയാണെങ്കിൽ അതിലെ സൂത്രങ്ങളെപ്പറ്റി പറയുന്ന സമയത്ത് ഞാൻ 12 എന്ന് പറയുന്ന പദം ഉപയോഗിക്കാറില്ല. സൂത്രത്തിൻ്റെ നമ്പർ മാത്രം എഴുതും. അതായത് സൂത്ര നമ്പർ 1, 2, 3 അങ്ങനെ എഴുതുന്ന സമയത്ത് നമ്മളത് ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ 12.1, 12.2 അങ്ങനെ ആ സംയുക്തത്തിൻ്റെ നമ്പർ ആദ്യം വയ്ക്കണം. അതിനുശേഷം സൂത്ര നമ്പർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ കിട്ടും. ഞാനിതിൽ സഗാതവഗ്ഗ എന്ന് പറയുന്ന കാര്യം ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം അത് വളരെയധികം ഡിഫിക്കൽട്ടാണ് ട്രാൻസ്ലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ടാമത് അതിൽ കവിതകൾ പോലെയുള്ള ഉപദേശങ്ങളാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതൊഴിച്ചിട്ട് ബാക്കിയുള്ള 4 വർഗ്ഗവും പദാനുപദം ആയിട്ട് ഞാൻ ട്രാൻസ്ലേഷൻ ചെയ്യില്ല. ജസ്റ്റ് അതിൻ്റെ ഒരു ഔട്ട്ലുക്ക് നിങ്ങൾക്ക് തരുന്നതാണ്. എൻ്റെ ഉദ്ദേശം അത്ര മാത്രമേ ഉള്ളൂ, സംയുക്ത നികായ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ സ്വയം അതിൽ പറയുന്നുള്ള വഴികൾ നിങ്ങൾ സ്വയം കണ്ടെത്തി നിങ്ങൾ പോകുന്ന പാത, ആധ്യാത്മിക പാത ശരിയാണോ അല്ലയോ എന്ന് നിങ്ങൾ സ്വയം തീരുമാനിക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഈ സംയുക്ത നികായ ഞാൻ ട്രാൻസ്ലേഷൻ ചെയ്യുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.